ഞാൻ വോട്ടറായിട്ടുള്ള തിരുവനന്തപുരം നഗരം എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള 10 നഗരങ്ങളുടെ പട്ടികയിൽ ഈ തിരുവനന്തപുരത്തേക്കാൾ മഹാനഗരങ്ങൾ പലതുമുണ്ട് എന്നുള്ളതും പല കാര്യങ്ങളിലും തിരുവനന്തപുരത്തെ വെല്ലുന്നു എന്ന് പറയുന്ന നഗരങ്ങളുള്ളപ്പോഴും ഏറ്റവും സുരക്ഷിതത്വമുള്ള ദ മോസ്റ്റ് സേഫസ്റ്റ് സിറ്റീസ് എന്നുള്ളതിലെ 10 എടുത്താൽ ഒരെണ്ണം അത് തിരുവനന്തപുരമാണ് എന്നുള്ളത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 150 നഗരങ്ങളെ എടുത്താൽ അത്തരത്തിലൊരു നഗരം എന്നുള്ള ഖ്യാതിയിലേക്ക് തിരുവനന്തപുരം എത്തി എന്നുള്ളതും, കൊച്ചി കാണേണ്ടുന്നതായ നഗരമാണ് എന്നുള്ളതും, കോഴിക്കോട് എന്നുള്ളത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള നിരവധി അത്തരത്തിലുള്ള ഈ എല്ലാവരും ഒത്തൊരുമയോടെ അത്തരത്തിൽ ചേരുന്നതായിട്ടുള്ളൊരു നഗരം എന്നുള്ളതും ഗ്രാമങ്ങൾ എന്നുള്ളതെല്ലാം ഇത് കേരളത്തെ സംബന്ധിച്ച് ലോകം, ഞാനിപ്പോൾ LDF ഭരിക്കുന്നോ UDF ഭരിക്കുന്നോ അല്ല NDA ഇതിനെല്ലാം വിമർശിക്കുന്നോ എന്നുള്ളതെല്ലാം മാറ്റിവെക്കുകയാണ്. ഞാനൊരു വെറും കേരളീയൻ എന്നുള്ള നിലയിൽ നിന്ന് പറയട്ടെ, ലോകത്തെവിടെ പോയിരുന്നാലും കേരളം കാണേണ്ടതായ ഒരു നാടാണ്, കേരളീയരെ അറിയേണ്ടതായ ഒരു ജനതയാണ്, കേരളത്തിൻ്റെ ഭക്ഷണം അത് ആസ്വദിക്കേണ്ടതാണ് എന്നുള്ളത് ഏറ്റവും ഒടുവിൽ ഞാനെന്ന് പറയാം. അടുത്തിപ്പോൾ ഇതിനകത്ത് ശ്രീ ഷാജി രാഘവൻ ഇതിനകത്ത് പങ്കെടുക്കുകയാണല്ലോ. ഒരറിയപ്പെടുന്ന ചില RSS നേതാക്കന്മാർ കേരളം സന്ദർശിച്ചു. കേരളം സന്ദർശിച്ചതിന് ശേഷം അവർ യാത്ര ചെയ്ത പല സ്ഥലങ്ങളിലും പോയതിന് ശേഷം അവരോടൊപ്പം പോയ ചില ആളുകൾ ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായിരുന്നു അവർക്ക് കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തെക്കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്നുള്ളതും, കേരളത്തെ വന്ന് കണ്ട് അറിഞ്ഞതിന് ശേഷം ഓഫ് കോഴ്സ് നമ്മുടെ രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം അങ്ങനെ തന്നെ ഉണ്ടാവുകയും വേണം. കാരണം ഈ രാഷ്ട്രീയമാണ് ജനാധിപത്യ പ്രക്രിയയിലെ അടിസ്ഥാന ഘടകം. ആ രാഷ്ട്രീയം എന്ന് അപ്രത്യക്ഷമാകുന്നോ, ആ രാഷ്ട്രീയം അവിടെ കടന്നു വരുന്നുവോ, അങ്ങനെ വന്നാൽ ജനങ്ങൾക്ക് ജീവജലം അങ്ങനെ ഒഴുകുന്നതായിട്ടുള്ള കുഴലുകൾ വാക്വമായാൽ ആ വാക്വം എന്തിനെയൊക്കെയാണോ നമ്മളൊരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് പോലെ, ബ്ലാക്ക് ഹോൾ തിയറിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഞാനൊരു അസ്ട്രോണമിയൊക്കെ പഠിച്ചൊരു പഴയ വിദ്യാർത്ഥിയൊന്നും അല്ല, എങ്കിലും പറയുകയാണ്, ഈ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മാലിന്യങ്ങളെല്ലാം ഇങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ വന്നാൽ സമൂഹത്തിന് അപകടകരമായ നിലയിലേക്ക് പോകും.